ഹലോ, ഇന്ന് നമുക്ക് അലോവേര ജെൽ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന പുറത്തുനിന്ന് വാങ്ങുന്ന പോലത്തെ തന്നെ അലോവേര ജെല്ലാണ്. ഇത് നമുക്ക് മാക്സിമം ഒരു 6 months വരെയൊക്കെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഹോം മെയ്ഡ് അലോവേര ജെൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ തണ്ട് വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജെലാറ്റിൻ പൗഡറാണ്. ജെലാറ്റിൻ പൗഡർ വാങ്ങുമ്പോൾ അൺഫ്ലേവേർഡ് ജെലാറ്റിൻ പൗഡർ വാങ്ങാൻ നോക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ആദ്യം തന്നെ നമുക്ക് കറ്റാർവാഴയുടെ ഉള്ളിലുള്ള ജെല്ലൊക്കെ സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ പതുക്കെ റിമൂവ് ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ഓരോ പീസും എടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. ഇനി കറ്റാർവാഴയുടെ പൾപ്പൊക്കെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ കറ്റാർവാഴ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കറ്റാർവാഴ ജ്യൂസും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും മാത്രം വെച്ചിട്ട് നമുക്ക് ഹോം മെയ്ഡ് അലോവേര ജെൽ ഉണ്ടാക്കാം. പക്ഷേ ഇത് നമുക്ക് 2 ആഴ്ച മാത്രമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു 6 months വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുകയാണ്. ജെലാറ്റിൻ ആഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുമോ? ഇപ്പോൾ നമ്മൾ കറ്റാർവാഴ ജെൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹെയറിനും സ്കിന്നിനൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ജെലാറ്റിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ജെലാറ്റിൻ കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഹെയറിനായാലും സ്കിന്നിനായാലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ദോഷമൊന്നും ചെയ്യില്ല. ജെലാറ്റിൻ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ ഹെയർ സ്ട്രോങ് ആൻഡ് ഷൈനി ആക്കാനും നല്ലതാണ്. ഇനി സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനും അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ പോവാനും നല്ലതാണ്. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അലോവേര ആൻഡ് വൈറ്റമിൻ ഇ മിക്സ്ചറില്ലേ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ജെലാറ്റിൻ മിക്സ്ചറും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കാനായിട്ട് ഞാൻ വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ ബൗൾ ഇറക്കി വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം കുറച്ച് കഴിയുമ്പോൾ താഴെ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു ബൗളിൽ തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കണം. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അലോവേര ജെൽ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ തന്നെ അലോവേര ജെല്ലാണ്. എന്നിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ ഇതെടുത്ത് വയ്ക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ എല്ലാവരും അലോവേര ജെല്ല് ഉണ്ടാക്കി നോക്കുക. എപ്പോഴും അലോവേര ജെല്ല് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഇത് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.